നമസ്കാരം. പ്രധാന വാർത്തകൾ. യുഎസിൽ ചികിത്സ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബൈയിലെത്തി. ശനിയാഴ്ച രാവിലെയാണ് മുഖ്യമന്ത്രിയും ഭാര്യ കമല വിജയനും ദുബൈയിലെത്തിയത്. ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് ഇരുവരും താമസിക്കുന്നത്. മുഖ്യമന്ത്രി ചൊവ്വാഴ്ച കേരളത്തിലേക്ക് മടങ്ങുമെന്നാണ് വിവരം. ചികിത്സയ്ക്കായി ജൂലൈ 5-നാണ് മുഖ്യമന്ത്രി യുഎസിലേക്ക് പോയത്. നേരത്തെ നടത്തിയിരുന്ന ചികിത്സയുടെ തുടർച്ചയായുള്ള പരിശോധനകൾക്കായിരുന്നു യാത്ര. യുഎസിൽ മയോ ക്ലിനിക്കിലായിരുന്നു ചികിത്സ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ ഡ്യൂട്ടി. പോലീസ് ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്നും വെടിപൊട്ടി. അന്വേഷണം. തോക്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് സംഭവം. രാവിലെ ഡ്യൂട്ടി മാറുന്നതിന്റെ ഭാഗമായി ആയുധം വൃത്തിയാക്കുന്നതിനിടെയാണ് വെടിപൊട്ടിയത്. ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ വെച്ചാണ് സംഭവം. നിലത്തേക്ക് ചൂണ്ടിയാണ് തോക്ക് വൃത്തിയാക്കാറുള്ളത്. അതിനാൽ തറയിലാണ് വെടിയുണ്ട പതിച്ചത്. നിലവിൽ ആർക്കും പരിക്കേറ്റില്ല എന്നാണ് വിവരം. സംഭവത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമാൻഡന്റ് അന്വേഷണം തുടങ്ങി. വിജിലൻസ് ഓഫീസർ ചമഞ്ഞ സ്ത്രീകളെ പീഡിപ്പിച്ചു. പത്തനംതിട്ട സ്വദേശി പിടിയിൽ. തിരുവല്ല സ്വദേശി അഭിലാഷ് ചന്ദ്രനാണ് പിടിയിലായത്. ഇയാൾ 5ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചതായാണ് വിവരം. വിളപ്പിശാല പോലീസാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കെതിരെ വഞ്ചന കേസുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. തിരുവനന്തപുരം ശ്രീചിത്ര പൂർ ഹോമിലെ പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പൂർ ഹോമിൽ താമസിക്കുന്ന 3 കുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുട്ടികളെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ആഴ്ച മുമ്പെത്തിയ 3 പെൺകുട്ടികളാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. 6, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണിവർ. പൂർ ഹോമിലെത്തിയ ദിവസം മുതൽ വീട്ടിൽ പോകണമെന്ന് പെൺകുട്ടികൾ വാശി പിടിച്ചിരുന്നു. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 3 പെൺകുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പാരസെറ്റമോൾ ഗുളികകളും വൈറ്റമിൻ ഗുളികകളും അമിതമായി കഴിക്കുകയായിരുന്നുവെന്ന് ശ്രീചിത്ര പൂർ ഹോം സൂപ്രണ്ട് ബിന്ദു പറഞ്ഞു. അന്തേവാസികളായ ചില കുട്ടികൾ കളിയാക്കിയത് മാനസിക വിഷമത്തിലാക്കിയിരുന്നുവെന്നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടികൾ പറയുന്നത്. PS ശ്രീധരൻപിള്ളയെ മാറ്റി. അശോക് ഗജപതി രാജു പുതിയ ഗോവ ഗവർണർ. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് PS ശ്രീധരൻപിള്ളയെ മാറ്റി. പകരം പുസ്സപ്പതി അശോക് ഗജപതി രാജു പുതിയ ഗവർണറാകും. BJPയുടെ മുതിർന്ന നേതാവായിരുന്ന ശ്രീധരൻപിള്ള നേരത്തെ മിസോറാം ഗവർണറായിരുന്നു. 2021 ജൂലൈയിലാണ് ഗോവ ഗവർണറായത്. ശ്രീധരൻപിള്ളയ്ക്ക് പകരം നിയമനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിലവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 പേരുടെ നിയമനങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ BD മിശ്ര രാജിവെച്ച ഒഴിവിൽ കവീന്ദ്ര ഗുപ്ത പുതിയ ഗവർണറാകും. ആഷിം കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണറായി ചുമതല ഏറ്റെടുക്കുക. അതത് ഓഫീസുകളുടെ ചുമതല ഏറ്റെടുക്കുന്ന തീയതി മുതൽ നിയമനങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് രാഷ്ട്രപതി ഭവൻ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു.